ഒരു ഭീമൻ കണവ ആഴക്കടലിന്റെ അന്ധകാരത്തിൽ സമാധാനമായി നീന്തുകയാണ്. ചുറ്റും വേറെ ഒന്നും തന്നെയില്ല, വെറും അനന്തമായ ജലം മാത്രം. വളരെ സുരക്ഷിതമായ സ്ഥലത്താണ് കണവ. എന്നാൽ പെട്ടെന്ന് എന്തോ ഒരു ജീവി മിന്നൽ വേഗത്തിൽ വന്ന് കണവയെ ആക്രമിച്ചത് ആരാണെന്ന് പോലും കണവയ്ക്ക് കാണാൻ പറ്റിയില്ല. മറ്റു പ്രൊഡക്റ്റേഴ്സിനെ പോലെ ഇത് കണവയെ കടിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഒരു വലിയ വാള് കൊണ്ട് വെട്ടിക്കീറുകയാണ് ചെയ്തത്. നിമിഷ നേരം കൊണ്ട് അത് കണവയെ കഷ്ണങ്ങളാക്കുകയും തിന്നുകയും ചെയ്തു. ഇതാണ് മഹാസമുദ്രങ്ങളിലെ അപൂർവ വേട്ടക്കാരനായ സ്വോർഡ് ഫിഷ്. തലയിൽ കുന്തം പോലെ കൂർത്ത് നീണ്ട ഒരു ഘടനയുള്ള വർഗമാണ് സ്വോർഡ് ഫിഷ്. പക്ഷെ ഇതുപോലത്തെ വേറെയും ചില മീൻ വർഗ്ഗങ്ങളുണ്ട്. മാർലിൻ, സെയിൽ ഫിഷ്, സ്പിയർ ഫിഷ് എന്നിവയാണ് അതിന്റെ പ്രധാന ഉദാഹരണങ്ങൾ. ഇവയിൽ നിന്നുമൊക്കെ സ്വോർഡ് ഫിഷിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകം ഇതിന്റെ മുകളിൽ കാണുന്ന ഡോർസൽ ഫിന്നാണ്. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ സ്വോർഡ് ഫിഷിന്റെ ഡോർസൽ ഫിൻ തീരെ കനം കുറഞ്ഞതും അരിവാൾ പോലെ വളഞ്ഞതുമാണ്. എന്നാൽ സമാനമായ മറ്റു മീനുകളുടെ ഡോർസൽ ഫിൻസ് എല്ലാം കൂടുതൽ വീതിയുള്ളവയാണ്. പ്രത്യക്ഷത്തിൽ ഇവയെല്ലാം ഒരേ വർഗമാണെന്ന് തോന്നും, എന്നാൽ യഥാർത്ഥത്തിൽ ഇവയെല്ലാം വ്യത്യസ്തമായ മീൻ വർഗ്ഗങ്ങളാണ്. ക്സൈഫിഡെ എന്നൊരു കുടുംബത്തിൽപ്പെടുന്ന മീൻ വർഗ്ഗമാണ് സ്വോർഡ് ഫിഷ്. ഈ കുടുംബത്തിൽ ആകെയുള്ള ഒരേ ഒരു തരം സ്വോർഡ് ഫിഷ് മാത്രമാണ്. വ്യത്യസ്ത വർഗ്ഗങ്ങളായിരുന്നിട്ടും ഇവയെല്ലാം ഏകദേശം സമാനമായ രൂപത്തിൽ പരിണമിച്ചത് കൺവേർജന്റ് എവല്യൂഷന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. എന്തായാലും സ്വോർഡ് ഫിഷ് അത്ര ചെറിയ വർഗ്ഗം മീനുകളല്ല. മെയിൽ സ്വോർഡ് ഫിഷിന് 150 കിലോഗ്രാമോളം ഭാരവും 7 അടിയിൽ കൂടുതൽ നീളവും ഉണ്ടായിരിക്കും. ഫീമെയിൽസിനാണെങ്കിൽ 15 അടി വരെ നീളവും 600 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും ഉണ്ടായിരിക്കും. ശരിക്കും വലിയൊരു മീൻ വർഗം. ഒരു ശരാശരി മനുഷ്യൻ ഇതിന്റെ മുന്നിൽ തീരെ ചെറുതാണ്. ഇതിന്റെ മുന്നിൽ കാണുന്ന വാള് പോലത്തെ ഘടനയ്ക്ക് മാത്രം ഏതാണ്ട് 5 അടിയോളം നീളമുണ്ടായിരിക്കും. ഈ വാള് യഥാർത്ഥത്തിൽ മുകളിലത്തെ താടിയെല്ലാണ്. ഇത് ഏകദേശം പൂർണ്ണമായും എല്ലുകൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. വാളെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും റോസ്ട്രം എന്നാണ് ഇതിന്റെ ശരിക്കുമുള്ള പേര്. സാധാരണ പ്രൊഡക്റ്റേഴ്സ് ആണെങ്കിൽ ഒന്നുകിൽ ഒളിച്ചിരുന്ന ശേഷം അടുത്തു വരുന്ന ഇരയെ അപ്രതീക്ഷിതമായിട്ട് കുതിച്ചു ചാടി ആക്രമിക്കും, അല്ലെങ്കിൽ കുറേ ദൂരം തുരത്തി ഓടിച്ചിട്ട് ആക്രമിക്കും. വലിയ പ്രൊഡക്റ്റേഴ്സ് എല്ലാം മിക്കവാറും ഇരയെ കടിച്ചായിരിക്കും ആക്രമിക്കുന്നത്. എന്നാൽ സ്വോർഡ് ഫിഷ് അങ്ങനെയൊന്നുമല്ല, തികച്ചും വ്യത്യസ്തമാണ്. ഇത് ഒളിച്ചിരിക്കുകയും തുരത്തുകയും കടിക്കുകയും ഒന്നും ചെയ്യാറില്ല. പകരം വേഗത്തിൽ വന്ന് ഇരയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. മുന്നിലുള്ള വലിയ വാള് കാണുമ്പോൾ അതുപയോഗിച്ച് ഇരകളെ കുത്തിക്കൊല്ലുമെന്നായിരിക്കും പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പണ്ട് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഇതിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് സാധാരണഗതിയിൽ ഒരിക്കലും ഇരകളെ കുത്തി ആക്രമിക്കില്ല എന്ന് മനസ്സിലായി. എന്തെന്നാൽ അങ്ങനെ ചെയ്താൽ ഇര വാളിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വാളിൽ കുടുങ്ങിയാൽ പിന്നെ ഇവയ്ക്ക് വാളിനെ ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, വാളിൽ കുടുങ്ങിയ ഇര കാരണം പിന്നെ സ്വോർഡ് ഫിഷിന് മുന്നിലുള്ള ഒന്നും കാണാനും സാധിക്കില്ല. ഇതിനൊക്കെ പുറമെ ഈ വാളിന് തീരെ കട്ടി കുറവാണ്. അതിനാൽ വേഗത്തിൽ വന്ന് കുത്തിയാൽ ഇതൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് കുത്തുന്നതിന് പകരം ഇരയുടെ പക്കൽ ചെന്ന് വാള് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീശും. ഒരൊറ്റ തവണയല്ല വീശുന്നത്, ഒരുപാട് തവണ അതിവേഗത്തിൽ വീശും. ഈ വാളിന് ശരിക്കുമുള്ള വാള് പോലെ മൂർച്ചയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതുപയോഗിച്ച് കൃത്യമായിട്ട് വെട്ടിമുറിക്കാനും കഴിയില്ല. കാഴ്ചയിൽ മാത്രമാണ് ഇത് വാള് പോലെ തോന്നിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് സ്വോർഡ് ഫിഷ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് വാള് പോലെയല്ല, പകരം ശക്തമായ വടി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതുപയോഗിച്ച് ഒരുപാട് തവണ വേഗത്തിൽ വീശുമ്പോൾ ഒരു വടിയെടുത്ത് ശക്തമായി അറഞ്ചം പുറഞ്ചം മെതിക്കുന്നത് പോലെയാണ്. ഇങ്ങനെ മെതിക്കുമ്പോൾ ഇരയുടെ ദേഹത്ത് കാര്യമായ പരിക്കുകൾ പറ്റും, ചിലപ്പോൾ ബോധവും നഷ്ടമാകും. വടി പോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇതിന് തീരെ കനം കുറവായതിനാൽ ശക്തമായി വീശുമ്പോൾ ചിലപ്പോഴാണെങ്കിൽ ഇര കഷ്ണങ്ങളാവുകയും ചെയ്യും. പൊതുവെ ഇത് ചെറിയ മീൻ കൂട്ടങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്. മീൻ കൂട്ടത്തിനിടയിൽ ചെന്ന ശേഷം ഒരുപാട് തവണ വളരെ ശക്തമായി വാളുകൊണ്ട് മെതിക്കും. അപ്പോൾ ഒന്നിന് പകരം നിരവധി മീനുകൾ കൊല്ലപ്പെടും. ശേഷം ഈ മീനുകളേക്ക് സ്വോർഡ് ഫിഷ് വിഴുങ്ങുകയും ചെയ്യും. അല്ലാതെ കടിച്ചു മുറിച്ച് തിന്നാനായിട്ട് ഇതിന് പല്ലുകളൊന്നുമില്ല. ഈ രീതിയിൽ വേട്ടയാടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ വേഗത്തിൽ ചലിക്കാനുള്ള കഴിവ് വേണം, അല്ലെങ്കിൽ മീൻ കൂട്ടത്തിന്റെ അടുത്തെത്തുന്നതിന് മുന്നേ മീനുകളെല്ലാം രക്ഷപ്പെട്ടു പോകും. ഭാഗ്യത്തിന് സ്വോർഡ് ഫിഷിന്റെ ശരീരം മുഴുവൻ വേഗതയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി പരിണമിച്ചിരിക്കുന്നത് പോലെയാണ്. മുന്നിലത്തെ നീളം കൂടിയ വാള് വെള്ളത്തിലൂടെ തുളച്ചുകൊണ്ട് വേഗത്തിൽ പോകാൻ സഹായിക്കും. ശരീരത്തിനുള്ളിൽ നിന്നും എണ്ണ പോലത്തെ ഒരുതരം ദ്രാവകം സ്കിന്നിലെത്തും. ശരീരം മൊത്തം വളരെ സ്മൂത്ത് ആകാനും അതിലൂടെ റെസിസ്റ്റൻസ് കുറച്ച് വേഗത്തിൽ സഞ്ചരിക്കാനും ഇത് സഹായിക്കും. വണ്ണം കൂടുതലാണെങ്കിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ സ്വോർഡ് ഫിഷിന്റെ ശരീരഘടന പാമ്പിനെ പോലെ നല്ല നീണ്ടതാണ്.
റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി ഇവയുടെ ശരീരത്തിൽ സ്കെയിൽസ് പോലുമില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇത് വേഗതയ്ക്ക് വേണ്ടി പരിണമിച്ച മീനാണ്. അതുകൊണ്ട് തന്നെ സമുദ്രത്തിലെ ഏറ്റവും വേഗതയേറിയ മീൻ വർഗ്ഗങ്ങളിൽ ഒന്നാണ് സ്വോർഡ് ഫിഷ്. ഇതിന് 100 km/h വേഗത്തിൽ വരെ നീന്താൻ കഴിയുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. എന്നാൽ അത് കൃത്യമായ കണക്കുകൂട്ടലല്ലെന്നും ഇതിന്റെ ശരിക്കുമുള്ള വേഗത ഏകദേശം 64 km/h ആയിരിക്കുമെന്നുമാണ് നിലവിൽ കരുതപ്പെടുന്നത്. എന്തു തന്നെയാണെങ്കിലും സമുദ്രങ്ങളിലെ ഏറ്റവും വേഗതയേറിയ മൃഗങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തെ 5 എണ്ണത്തിലൊന്ന് സ്വോർഡ് ഫിഷ് ആയിരിക്കും. അതിനാൽ ഇതിന്റെ ആക്രമണം തികച്ചും അപ്രതീക്ഷിതമായ മിന്നൽ വേഗത്തിലുള്ളതായിരിക്കും. ഇരകൾക്ക് ഒന്ന് റിയാക്ട് ചെയ്യാനുള്ള സമയം പോലും കിട്ടില്ല. അപ്പോൾ പിന്നെ എസ്കേപ്പ് ആകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. സ്വോർഡ് ഫിഷിന്റെ വേട്ടയാടുന്ന രീതികൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ തീരെ ഇൻഎഫിഷ്യന്റ് ആണെന്ന് തോന്നും. എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. സ്വോർഡ് ഫിഷ് വളരെ സക്സസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഭൂരിഭാഗം സമുദ്രങ്ങളിലെ മുകൾ അറ്റം മുതൽ അടിയറ്റം വരെയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് സ്വോർഡ് ഫിഷിനെ കാണാൻ കഴിയുന്നത്. ധ്രുവങ്ങൾക്ക് ചുറ്റുമുള്ള തണുത്തുറഞ്ഞ സമുദ്രങ്ങളിൽ മാത്രം ഇവ വളരെ അപൂർവമായി മാത്രമേ പോവുകയുള്ളൂ. അങ്ങനെ പോയാലും ഉടൻ തന്നെ തിരിച്ചു വരും. അല്ലാതെ ബാക്കി എല്ലാ സമുദ്രങ്ങളിലും ഇവയെ കാണാം. ഇവ സമുദ്രത്തിന്റെ ഉപരിതലത്തിലും വേട്ടയാടും. വേണമെങ്കിൽ 10,000 അടി ആഴത്തിൽ പോലും വേട്ടയാടും. ഇത്രയും ആഴത്തിൽ പോകാൻ ഇവയ്ക്ക് ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. ഇതിന് സ്വന്തം തലച്ചോറിനെ ചൂടാക്കാൻ പറ്റും. അതിനാവശ്യമായ ഹീറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു അവയവം ഇതിന്റെ കണ്ണുകൾക്ക് പിന്നിലുണ്ട്. ഇങ്ങനെ ചൂടാക്കുമ്പോൾ തണുപ്പ് കൂടിയ ജലത്തിൽ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനാകും. അതായത് സമുദ്രത്തിന്റെ ആഴം കൂടിയ മേഖലകളിൽ ജലത്തിന്റെ താപനില തീരെ കുറവായിരിക്കും. ഏതാണ്ട് തണുത്തു മരവിക്കുന്നതിന് സമാനമാണെന്ന് തന്നെ പറയാം. ഇത്രയും തണുപ്പ് കൂടിയ മേഖലയിൽ പോകുമ്പോൾ സാധാരണ ജീവികളുടെ ശരീരാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം സ്ലോ ആകും. തലച്ചോർ ഉൾപ്പെടെ സ്ലോ ആകും. അപ്പോൾ സ്വാഭാവികമായും അവയവങ്ങളുടെ കാര്യക്ഷമതയും കുറയും. കാഴ്ചശക്തി ദുർബലമാകും. റിയാക്ഷൻ ടൈം കൂടുതലാകും. നീന്തുന്ന വേഗത കുറയും. ഇത് കാരണം സാധാരണ ജീവികൾക്ക് സമുദ്രത്തിന്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. കാരണം വേഗത കുറയുമ്പോൾ അവയുടെ ജീവൻ തന്നെ അപകടത്തിലാകും. എന്നാൽ സ്വോർഡ് ഫിഷ് ആണെങ്കിൽ കണ്ണിന് പിന്നിലുള്ള ഹീറ്റർ ഓൺ ചെയ്യും. അപ്പോൾ ചുറ്റുമുള്ള ജലത്തിന്റെ താപനിലയേക്കാൾ 15 ഡിഗ്രി സെൽഷ്യസോളം വരെ കൂടുതൽ താപനിലയിൽ ഇതിന്റെ തലച്ചോറിന് പ്രവർത്തിക്കാൻ പറ്റും. അതിനാൽ തലച്ചോറ് പൂർണ്ണമായ കാര്യക്ഷമതയോടെ തന്നെ പ്രവർത്തിക്കും. കാഴ്ചശക്തി മങ്ങുകയില്ല. റിയാക്ഷൻ ടൈമിന് കാര്യമായ വ്യത്യാസമുണ്ടാകില്ല. വേഗതയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അനന്തരഫലമായി ആഴക്കടലിന്റെ അന്ധകാരത്തിലും വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ ഇവയ്ക്ക് വേട്ടയാടാൻ കഴിയും. ഈ കഴിവ് സ്വോർഡ് ഫിഷിന് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. എന്തെന്നാൽ രാത്രി സമയം ഇത് ഉപരിതലത്തിൽ കിടന്ന് വേട്ടയാടും. കണ്ണിൽ കാണുന്ന എല്ലാം തന്നെ ഇതിന്റെ ആഹാരമാണ്. എല്ലാത്തിനെയും ഇത് വേട്ടയാടും. ഒരു തരത്തിലുമുള്ള ഡിസ്ക്രിമിനേഷനുമില്ല. തന്നേക്കാൾ വലിയ പ്രഡറ്റേഴ്സിനെ മാത്രമേ ഇവ ഒഴിവാക്കുകയുള്ളൂ. ശേഷം പകൽ സമയത്താണെങ്കിൽ 1000 അടി ആഴത്തിൽ വരെ ഇറങ്ങി വേട്ടയാടും. പ്രധാനമായും വലിയ കണവകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ഇത്രയും ആഴങ്ങളിലേക്ക് പോകുന്നത്. നിഗമനമനുസരിച്ച് ഇവ ജയന്റ് സ്ക്വിഡ്സിനെ പോലും വേട്ടയാടും. അങ്ങനെ ജയന്റ് സ്ക്വിഡിനെ വേട്ടയാടുന്നത് നേരിട്ട് കണ്ടിട്ടില്ല. എന്നിരുന്നാലും ചില സ്വോർഡ് ഫിഷിന്റെ ശരീരത്തിൽ ജയന്റ് സ്ക്വിഡ്സിന്റെ അടയാളങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വോർഡ് ഫിഷ് വളരെ അഗ്രസീവാണ്. ഭീഷണിപ്പെടുത്തിയാൽ ഉടനെ ഇത് പേടിച്ചോടില്ല. പകരം മിക്കവാറും ഇത് തിരിച്ചാക്രമിക്കുകയാണ് പതിവ്. അതും വളരെ തീവ്രമായിട്ടായിരിക്കും ആക്രമിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ മനുഷ്യരെ പോലും ഇത് ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ബോട്ടുകളിൽ വേഗത്തിൽ വന്ന് വാള് കൊണ്ട് കുത്താറുണ്ട്. തടി കൊണ്ടുള്ള ബോട്ടുകളിലാണെങ്കിൽ വാള് തുളച്ചു കയറുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ചെറിയ ബോട്ടുകളെ ഇവ മുക്കിയിട്ടുമുണ്ട്. അത്രയേറെ ഡേഞ്ചറസ് ആണിത്. സ്വോർഡ് ഫിഷ് വളരെ സോളിറ്ററി ആയ ജീവികളാണ്. ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതും വേട്ടയാടുന്നതുമൊക്കെ. മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇവ ഒരുമിച്ച് വരാറുള്ളൂ. ഫീമെയിൽ സ്വോർഡ് ഫിഷ് ഒരു തവണ ദശലക്ഷക്കണക്കിന് മുട്ടകളിടും. വെറും 2.5 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ മുട്ടകളെല്ലാം വിരിയും. ഈ കുഞ്ഞുങ്ങൾക്ക് വെറും 3-4 മില്ലിമീറ്റേഴ്സിന്റെ വലിപ്പമേ ഉണ്ടായിരിക്കൂ. അതായത് ഒരു അരിമണിയേക്കാൾ ചെറുത്. മുട്ട ഇടുന്നതോടെ അമ്മ സ്വോർഡ് ഫിഷിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും തീരുകയാണ്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ അവരുടേതായ കഴിവുകൾ ഉപയോഗിച്ചാണ് അതിജീവിക്കേണ്ടത്. അത് കാരണം ദശലക്ഷക്കണക്കിന് മുട്ടകൾ വിരിയുമ്പോൾ അതിൽ പരമാവധി വെറും 4 കുഞ്ഞുങ്ങൾ മാത്രമാണ് പൂർണ്ണ വളർച്ച എത്തുന്നത്. ബാക്കിയെല്ലാം അതിനു മുന്നേ ഏതെങ്കിലും രീതിയിൽ കൊല്ലപ്പെടും. സ്വോർഡ് ഫിഷ് കുഞ്ഞുങ്ങൾക്ക് അവയുടെ വാളിൽ നിറയെ ധാരാളം പല്ലുകൾ ഉണ്ടായിരിക്കും. ഇതുപയോഗിച്ച് മറ്റ് പ്രഡറ്റേഴ്സിനെ പോലെ തന്നെയാണ് ഇവ വേട്ടയാടുന്നത്. ഒപ്പം ശരീരം നിറയെ സ്കെയിൽസും ഉണ്ടായിരിക്കും. പ്രഡറ്റേഴ്സിൽ നിന്നും ചെറിയൊരു സംരക്ഷണം നൽകാൻ ഈ കുഞ്ഞൻ സ്കെയിൽസിന് സാധിക്കും. സാധാരണ പ്രഡറ്റേഴ്സ് ഒക്കെ വലുതാകുമ്പോൾ വലിയ പല്ലുകൾ വരികയാണ് ചെയ്യുന്നത്. എന്നാൽ സ്വോർഡ് ഫിഷിന്റെ കാര്യം നേരെ തിരിച്ചാണ്. പൂർണ്ണ വളർച്ച എത്തുന്നതോടെ ഇതിന്റെ പല്ലുകളെല്ലാം പൂർണ്ണമായും കൊഴിഞ്ഞു പോകും. കാരണം പിന്നെ ഇവയ്ക്ക് പല്ലുകളുടെ ആവശ്യമില്ല.
അതിനേക്കാൾ ശക്തമായ വാള് മതി. പല്ലുകൾക്കൊപ്പം ശരീരത്തിലെ സ്കെയിൽസും കൊഴിഞ്ഞുപോകും. കാരണം വേഗത്തിൽ നീന്താൻ ഈ സ്കെയിൽസ് ഒരു വെല്ലുവിളിയായിരിക്കും. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളിൽ ഭൂരിപക്ഷവും ഏതെങ്കിലും പ്രഡറ്റേഴ്സിന്റെ ആഹാരമാവുകയായിരിക്കും ചെയ്യുന്നത്. ബാക്കിയുള്ളതിൽ നല്ലൊരു ശതമാനവും ആഹാരമില്ലാതെ പട്ടിണി കിടന്ന് നാട് നീങ്ങും. കുഞ്ഞുങ്ങൾ വളരെ വേഗത്തിലാണ് വളരുന്നത്. വെറും 1 വർഷം കൊണ്ട് തന്നെ 3 അടിയിൽ കൂടുതൽ നീളം വയ്ക്കും. 4 വർഷങ്ങൾ കൊണ്ട് പൂർണ്ണ വളർച്ച എത്തുകയും ചെയ്യും. 1 വർഷം കൊണ്ട് 3 മില്ലിമീറ്റേഴ്സിൽ നിന്നും 3 അടി നീളത്തിലേക്ക് വളരുക എന്നത് ശരിക്കും അത്ഭുതാവഹമാണ്. താരതമ്യേന പറഞ്ഞാൽ ഇതേ രീതിയിൽ ഒരു മനുഷ്യ കുഞ്ഞ് വളരുകയാണെങ്കിൽ ആ കുഞ്ഞിന് 1 വയസ്സാകുമ്പോഴേക്കും ഏതാണ്ട് 40 നിലയുള്ള കെട്ടിടത്തിന്റെ അത്ര വലിപ്പം വയ്ക്കും. ഇത്രയും വേഗത്തിൽ വളരണമെങ്കിൽ സ്വോർഡ് ഫിഷ് കുഞ്ഞുങ്ങൾ അത്രയേറെ ആഹാരം കഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കണ്ണിൽ കാണുന്ന എല്ലാത്തിനെയും ഇവ ആഹാരമാക്കാറുണ്ട്. പൂർണ്ണ വളർച്ച എത്തിയ സ്വോർഡ് ഫിഷിന് പൊതുവെ അധികം പ്രഡറ്റേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. സ്പേം തിമിംഗലങ്ങളും ഗ്രേറ്റ് വൈറ്റ് സ്രാവുകളും പിന്നെ ഓർക്കകളുമാണ് സാധാരണഗതിയിൽ ഇവയെ ആക്രമിക്കുന്നത്. എന്നിരുന്നാലും ഇവയെ ഓടിച്ച് പിടിക്കാൻ പറ്റാത്തതിനാൽ ഈ പ്രഡറ്റേഴ്സ് ഒക്കെ മിക്കവാറും സ്വോർഡ് ഫിഷിനെ അവഗണിക്കുകയാണ് പതിവ്. പൂർണ്ണ വളർച്ചയെത്തിയ സ്വോർഡ് ഫിഷിനെ ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് സൂക്ഷ്മജീവികളും അല്ലാത്തതുമായ പാരസൈറ്റുകളാണ്. സ്വോർഡ് ഫിഷിനെ ബാധിക്കുന്ന 50ഓളം വ്യത്യസ്ത തരം പാരസൈറ്റിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പാരസൈറ്റ്സ് സ്വോർഡ് ഫിഷിന്റെ ആന്തരികാവയവങ്ങളെയൊക്കെ കാര്യമായി നശിപ്പിക്കും. അപ്പോൾ സ്വോർഡ് ഫിഷിന് കൃത്യമായി വേട്ടയാടാൻ പറ്റാതെയാകും. അനന്തരഫലമായി ആഹാരമില്ലാതെ ഇത് കൊല്ലപ്പെടുകയും ചെയ്യും.